ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കുഞ്ഞു വ്ളോഗ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ഈ വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ലേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹലോ അസ്സലാമു അലൈക്കും. ഞാനേ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഞാൻ DTP വർക്കാണ് ചെയ്യുന്നത്. കഥ, കവിത, സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മലയാളം ടൈപ്പിംഗ് DTP വർക്കാണ് ചെയ്യുന്നത്. PDF ഫയലാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ കുറഞ്ഞ ചിലവിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മെയിൽ ID ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ IDയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ അങ്ങനെ എഴുതാനുള്ളവർക്ക് മാത്രം കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ആർക്കെങ്കിലും മലയാളം ടൈപ്പിംഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവരുടെ സ്റ്റോറി, ചിലർ നോവലൊക്കെ എഴുതും, കഥ, കവിത, നോവല്, സ്ക്രിപ്റ്റ് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതും. അപ്പോൾ അത് DTP എടുത്തു കൊടുക്കേണ്ടി ഉള്ളവരുണ്ട്, എടുക്കുന്നവരുണ്ട്. കാരണം വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ലാത്തവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി നമ്മൾ കൊടുക്കും. കുറഞ്ഞ ചിലവിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ IDയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം കൂടി, ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണേ. ഞാൻ ഒരു സ്റ്റോറികൾ എഴുതാറുണ്ട്, സ്ക്രിപ്റ്റ് ഇങ്ങനെ സിനിമക്കുള്ളതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെതായ ചെറുകഥകൾ കാര്യങ്ങളൊക്കെ ഞാനൊരു കാർട്ടൂൺ ടൈപ്പിൽ എഴുതി അത് ഞാൻ തന്നെ പല രൂപത്തിലും പല സൗണ്ടാക്കി അവതരിപ്പിക്കുന്ന, അതായത് കാർട്ടൂൺ ടൈപ്പ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ആദ്യത്തെ കഥാപാത്രങ്ങളൊക്കെ കാർട്ടൂൺ ടൈപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറികൾ സംഭവങ്ങൾ ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്ലിയറാക്കി ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റും ആവും, എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് കാണാനും ആവും. അതുപോലെ കാർട്ടൂൺ ടൈപ്പിലുള്ള കഥാപാത്രങ്ങളായിരിക്കും അതിലുണ്ടാവുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് അഭിനയിക്കാൻ നമ്മളെ പോലുള്ളൊരു ഇല്ലല്ലോ. അത് നമുക്കിപ്പോൾ അതിലുള്ള കഴിവൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതൊരു കാർട്ടൂൺ ടൈപ്പിൽ ചെയ്തിട്ട് ഞാൻ അത് ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ അത് എല്ലാവരും കാണുമോ, അതോ നിങ്ങളെ അഭിപ്രായം എന്താണ്? അതല്ലെങ്കിൽ ഇതുപോലെ സംസാരിച്ചിട്ടാൽ മതിയോ? ഞാനെല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഈ ചാനൽ വിചാരിച്ചിട്ടുള്ളത്. അല്ലാതെ വെറും സംസാരം മാത്രമോ അല്ലെങ്കിൽ വെറും ബ്ലോഗ് മാത്രമോ അങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ കാർട്ടൂൺ ടൈപ്പിലുള്ള ഈ സാധനങ്ങൾ, സ്റ്റോറികൾ, കഥകൾ ഒക്കെ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ സ്റ്റോറികൾ കാർട്ടൂൺ ടൈപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണുമോ, സപ്പോർട്ട് ചെയ്യുമോ? അതോ ഈ ചാനലിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? മാർക്കറ്റ് ഇടിച്ചിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ? അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാർട്ടൂൺ ടൈപ്പിലുള്ള സ്റ്റോറികൾ കഥാരൂപത്തിലാക്കിയിട്ട് ഓരോ സീനൊക്കെ ആക്കിയിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്റ്റോറി കാണുന്ന, ഒരു സിനിമ കാണുന്ന പോലെ, പക്ഷേ കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെ ആയിരിക്കും, പക്ഷേ ഒരു സിനിമ കാണുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ താല്പര്യമുണ്ടോ? ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, ഇതിൽ ഈ അപ്ലോഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ്.